മലയാള സിനിമയിലെ കൂടുതൽ നടന്മാർക്കെതിരെ പീഡനാനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് നടിമാർ രംഗത്ത്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് നടി മിനു മുനീർ 24-നോട് പറഞ്ഞു. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും മിനു മുനീർ വ്യക്തമാക്കി. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊട്ടക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് 2009-ലാണ് ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഞാൻ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്കുണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. മെമ്പർഷിപ്പ് എടുക്കുന്ന ഘട്ടത്തിലാണോ ഇടവേള ബാബുവിന്റെ ഭാഗത്തുനിന്ന്? അതെ. അമ്മയുടെ കാര്യം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത്, ഞാൻ കാശ് വേണ്ട, ഇതിന് കാശ് വേണ്ട, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അല്ലാതെ തന്നെ മിനു എൻ്റെ കൂടെ നിൽക്ക്, അപ്പം മിനുവിന് പലതും മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ 6 സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ അംഗത്വം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മിനു എനിക്ക് ഫോമിൽ വന്ന് ഒപ്പിട്ടതാ, അത് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇന്ന് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 50,000 പുള്ളിക്കാരൻ പറഞ്ഞത് അതായിട്ട്. അപ്പം ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അന്ന് 10,000 അങ്ങനെ ഞാൻ അത് കൊടുക്കുകയും ചെയ്തു അഡ്വാൻസ് ആയിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ കുനിഞ്ഞ് ഞാനിങ്ങനെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി പുറകിൽ തന്നെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയും കഴുത്തിൽ ഇവിടെ കണ്ടോ ഈ ഭാഗത്തോട്ട് അങ്ങനെ ഉമ്മ വയ്ക്കുകയും ചെയ്തത്. ഈ മണിയൻപിള്ള രാജു എന്നുള്ള പേര് കൂടി ആ പോസ്റ്റിലുണ്ട്. ആഷിഖ് കപൂറിന്റെ സെറ്റിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ ആഷിഖിനോട് ഇത് പറഞ്ഞിരുന്നു? ഇല്ല, എനിക്ക് ഒന്നാമതായിട്ട് ഈ ആഷിഖ് കപൂർ സാർ എല്ലാവരും ക്രൗഡഡ് ആണല്ലോ. നമ്മൾ അത് എങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പല പല ആൾക്കാരുകളാണല്ലോ. അപ്പോൾ അവിടെ എനിക്കൊന്ന് തനിയെ എവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ പോയി പറഞ്ഞായിരുന്നേ. ഇതെല്ലാവരും കൂട്ടമായിട്ടാണ് നമ്മൾ സെറ്റിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗായത്രി, എൻ്റെ കൂടെ അഭിനയിച്ച ഗായത്രിയാണ്, ഗായത്രി എടുത്ത് ഷെയർ ചെയ്തായിരുന്നു. മണിയൻപിള്ളരാജിനെതിരായ ആരോപണം എന്തായാലും അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? ഫിസിക്കൽ ഭയങ്കര മെൻ്റൽ ടോർച്ചർ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടിയ എന്ന സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പം എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പം മിനു ഫോർട്ട് കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടേക്കണം. ഞാൻ പറഞ്ഞു നോ ഇല്ല പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടേക്കണം, വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ഐ ഡിഡ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പറഞ്ഞത്തേക്കും ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കി വെച്ചു. എൻ്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ, ഫോൺ സൈലൻറ്റ്. ഞാൻ അവിടെ കിടന്നുറങ്ങിയപ്പോഴത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല, ആരാ മുട്ടിയെന്നൊന്നും എനിക്കറിയില്ല, മുട്ടുന്നുണ്ടായിരുന്നു, ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വയറ് ഊരിട്ടു ലാൻഡ് ഫോണിൻ്റെ. അപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സിറ്റിംഗ് നിയർ മീ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താ മിനു, എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനുവിനോട്? അപ്പോൾ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ 4 നടന്മാരിൽ നിന്ന് എന്തൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് മിനു മുനീർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്? വേണു, ഇത് കൃത്യമായൊരു വെളിപ്പെടുത്തൽ എന്നതിനൊപ്പം തന്നെ അതിൽ ചില വസ്തുതകളുണ്ട്. കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സംഭവിച്ച സ്ഥലം, ഏത് സിനിമ സെറ്റാണ്, ഏത് നടനാണ്, ഏത് സമയമാണ്, അതെല്ലാം വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്. പ്രധാനമായും 4 പേർക്കെതിരെയാണ് നിലവിൽ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതിലൊന്ന് യുവനടനായ ജയസൂര്യയാണ്, മറ്റൊന്ന് മണിയൻപിള്ള രാജു, ഇടവേള ബാബു, മറ്റൊന്ന് MLA-യും നടനുമായ മുകേഷ്. ഈ 4 പേർക്കെതിരെയും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് 4 പേരും തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ, ജയസൂര്യ സിനിമയിൽ താൻ അഭിനയിക്കാൻ ചെന്നു. അവിടെ വെച്ച് ഒരു കോറിഡോറിൽ വെച്ച് ജയസൂര്യ തന്നെ കടന്നു പിടിച്ചു എന്നാണ്. താനിത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ, താനിത് ജഗദീഷ് ശ്രീകുമാറിനോട് പറയാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ ജയസൂര്യ വന്ന് സോറി പറഞ്ഞു. അതിന്മേലാണ് താൻ ആ വിഷയം ഒരു വലിയ പ്രശ്നമാക്കാതെ ഇരുന്നത് എന്നവർ പറയുന്നു. മറ്റൊന്ന് ഇടവേള ബാബുവാണ്. അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇടവേള ബാബുവിനെ സമീപിച്ചത്. 50,000 രൂപയാണ് ഈ അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള ചിലവ്. പക്ഷേ ഇടവേള ബാബു തന്നോട് പറഞ്ഞത് നിങ്ങൾ പൈസയൊന്നും തരേണ്ട കാര്യമില്ല, എൻ്റെ ഒപ്പം അല്ലെങ്കിൽ എനിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ അമ്മയുടെ മെമ്പർഷിപ്പ് ഫോം ഫില്ല് ചെയ്യുന്നതിനിടയിൽ ഇടവേള ബാബു തന്നെ കടന്നു പിടിക്കുകയും പുറകിലൂടെ ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് മിന്നു ഇടവേള ബാബുവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. മറ്റൊന്ന് മുകേഷിനെതിരെയാണ്. മുകേഷ് നിരന്തരം തന്നെ ശല്യം ചെയ്തു. പല സിനിമാ സെറ്റുകളിലും തന്റെ പുറകെ നടന്നു. പലതരത്തിൽ മോശമായ എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ചെല്ലാം ലൈംഗിക
ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ ഫ്ളാറ്റിലെത്തി തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അതാണ് മുകേഷിനെതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണം. മുകേഷിനോട് ഇക്കാര്യം താൻ ഇതിന് വില്ലിംഗ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് സിനിമയാണ്, സിനിമയിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് പറയുന്ന ഒരു മുകേഷ് ശൈലിയോടുകൂടി അതിനെ തള്ളിക്കളയുകയായിരുന്നു എന്ന മിന്നു വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് മണിയമ്പിള്ള രാജുവാണ്. മണിയമ്പിള്ള രാജുവിന് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചത് ഡാദടിയ എന്ന ആഷിഖ് അബുവിന്റെ സെറ്റിൽ വെച്ചാണെന്ന് വളരെ ക്ലിയറായി അവർ പറയുന്നു. ആ മണിയമ്പിള്ള രാജു തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ താൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഹോട്ടല്, മണിയമ്പിള്ള രാജുവിന്റെ ഹോട്ടല് വൈറ്റ്ലയിലായിരുന്നു, തന്നെ വിളിച്ചു വരുത്തി ഫ്ളാറ്റിൽ എത്തിച്ച് പീഡിപ്പിക്കുക. താൻ വില്ലിംഗ് അല്ല എന്ന് അറിഞ്ഞിട്ട് പോലും തന്നെ കടന്നു പിടിക്കുകയായിരുന്നു മണിയമ്പിള്ള രാജു. കേവലം ഒരു പരിചയം മാത്രമല്ല തങ്ങൾ തമ്മിലുള്ളത്. മണിയമ്പിള്ള രാജുവിന്റെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നിരുന്നു. പക്ഷേ അത്തരം പരിചയം മാത്രമല്ല തങ്ങൾ തമ്മിലുള്ള, അദ്ദേഹത്തിന് തന്നെ കൃത്യമായി അറിയാം എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഒരു ആരോപണമോ വെളിപ്പെടുത്തലോ ആയി ഒതുക്കാൻ മിന്നു തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4 പേർക്കെതിരെയും 2 അണിയർ പ്രവർത്തകർ കൂടി 6 പേർക്കെതിരെയാണ് ആരോപണം. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ താൻ തയ്യാറെടുക്കുന്നു, പരാതി നൽകും എന്ന് വ്യക്തമാക്കുന്നു. ഈ അണിയർ പ്രവർത്തകർ ഒരാൾ ഈ അടുത്തും തനിക്ക് അശ്ലീല ചുവയോടെ മെസ്സേജ് അയച്ചിരുന്നു. ആ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയായിരിക്കും പോലീസിനെ സമീപിക്കുക എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ ദുരനുഭവം ഉണ്ടായ ഘട്ടത്തിൽ 2012-16 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇത് സാമൂഹ്യ മാധ്യമങ്ങളോടൊപ്പം തന്നെ ചില പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ സിനിമാ വാരികളിലുമൊക്കെ തന്റെ അനുഭവം പങ്കുവച്ചിരുന്നു. പക്ഷെ അന്ന് ഇതൊരു ചർച്ചയായില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മീറ്റു ആരോപണം മലയാളത്തിൽ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് താൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇത് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്കൊരു ശക്തി പകരാൻ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് പുറത്തു പറയണം എന്നുള്ളൊരു കരുത്തു പകരാൻ വേണ്ടി കൂടിയാണ് താൻ ഇത്തരത്തിൽ ഇപ്പോൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പരാതി നൽകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മിന്നു വ്യക്തമാക്കുന്നത്. ഈ സിനിമാ മോഹങ്ങളെല്ലാം അവർ ഈ കൊടിയ ലൈംഗിക ഉപദ്രവത്തെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് ചില ചെറിയ സിനിമകളിൽ മാത്രമാണ് അവർ അഭിനയിച്ചിരുന്നത്. നിലവിൽ അവർ ആലുവയിൽ സെറ്റിൽഡാണ്, ആലുവയിലാണ് അവർ ഉള്ളത്. സിനിമയിലേക്ക് ഇനി ഇല്ല എന്ന നിലപാടിലാണ്. പക്ഷേ അപ്പോഴും തുടർന്ന് ഈ മറ്റ് ആളുകൾ, മറ്റു പുതിയ കുട്ടികൾക്ക് സിനിമയിലേക്ക് വരണമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സിനിമയിൽ ഉണ്ട് എന്ന് അവരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് താൻ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അവർ നേരത്തെ ഏറ്റവും അവസാനമായി പ്രതികരിച്ചപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമായ മറുപടി തനിക്ക് ലഭിച്ചിട്ടില്ല, അനുഭാവപൂർവമായ ഇടപെടൽ തന്റെ അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് കൂടി നിലവിൽ മിന്നു പറയുന്നുണ്ട്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും മണിയമ്പിള്ള രാജുവിനെതിരെയും പരാതി നൽകുമെന്ന് അവർ അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വേണു, വിഷ്ണു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് പല വെളിപ്പെടുത്തലുകളും ഉണ്ടായി. ആ ഘട്ടത്തിലാണോ ധൈര്യപൂർവ്വം എന്നാൽ നിയമ നടപടിയിലേക്ക് പോകാമെന്ന് മിനു മുനീർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? വേണു, അങ്ങനെയാണ്. രേവതി സമ്പത്ത് അല്പസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ 24-ലൂടെ തന്നെ സിദ്ദിഖിനെതിരെ നടത്തിയ പ്രതികരണമുണ്ട്. അതോടൊപ്പം തന്നെ ബംഗാളി നടി നടത്തിയ പ്രതികരണമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താൻ ഇത്തരത്തിൽ തനിക്ക് നേരിട്ട ദുരനുഭവം, മറ്റ് ചില ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് തനിക്ക് ധൈര്യം പകർന്നത്. ഈ ധൈര്യത്തിൽ നിന്നാണ് താൻ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരുപക്ഷെ താനായിരുന്നു ആദ്യം ഈ നടന്മാർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു വന്നിരുന്നെങ്കിൽ ഇവരത് നിഷ്കരുണം തള്ളിക്കളയുമായിരുന്നു, തൻ്റെ ഒരു ആരോപണം മാത്രമായി തള്ളിക്കളയുമായിരുന്നു. പക്ഷേ നിലവിൽ മലയാള സിനിമയിലെ സാഹചര്യം അങ്ങനെയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലമുണ്ട്. അതിൽ മലയാള സിനിമയിലെ നടികൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. വാതിൽ മുട്ടി വിളിക്കുന്ന നായകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ പശ്ചാത്തലമെല്ലാം തനിക്ക് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ധൈര്യപൂർവ്വം തനിക്ക് നേരിട്ട ഈ ദുർസ്ഥിതിയെക്കുറിച്ച് വെളിപ്പെടുത്താൻ താൻ തയ്യാറായതെന്ന് മിന്നു വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു വെളിപ്പെടുത്തൽ മാത്രമല്ല, ഇതൊരു വേഗായി അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിലനിന്ന് അന്ന് ചുമ്മാ അങ്ങ് വന്ന് പറഞ്ഞു പോകുന്ന ഒരു ആരോപണമല്ല. ഏത് സമയത്താണ്, ആരാണ്, ഏത് സിനിമയുടെ പശ്ചാത്തലത്തിലാണ്, എവിടെ വെച്ചാണ് എന്നെല്ലാം അവർ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയാണ് ഓരോ ആളുകൾക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ആരോപണ വിധേയർ ഇക്കാര്യത്തിൽ പതിവ് മറുപടിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നീതി ലഭിക്കുന്നതുവരെ താൻ ഈ പോരാട്ടം തുടരും. താൻ തുറന്നു പറയാനുള്ള, ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതും തനിക്ക് മുൻപ് രേവതി സമ്പത്തും അതോടൊപ്പം തന്നെ ശ്രീലേഖ മിത്രയും അടക്കമുള്ള നായികമാർ ഇക്കാര്യങ്ങൾ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പുറത്തു പറഞ്ഞതുമാണ്. താൻ 2 കുട്ടികളുടെ ഒരു മാതാവാണ്. തനിക്ക് ഇത്തരം
ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ലാഭവുമില്ല. പ്രത്യേകിച്ച് മുകേഷിനെ പോലുള്ള ആളുകൾക്കെതിരേക്ക് ആരോപണം ഉന്നയിക്കാൻ തനിക്ക് ഒരു രാഷ്ട്രീയ ലാഭത്തിന്റെയും ആവശ്യമില്ല. താൻ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ്. തനിക്ക് ഇനി ആ മേഖലയിലേക്ക് കടന്നു ചെല്ലണമെന്ന് പോലും ആഗ്രഹമില്ല. ഇത് വരുന്ന തലമുറയ്ക്ക്, സിനിമയിലേക്ക് എത്തുന്ന പുതുതലമുറയ്ക്ക്, പുതിയ നടിമാർക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ സിനിമയിൽ ദുരനുഭവങ്ങൾ നേരിട്ടാൽ അത് തുറന്നു പറയാനുള്ള ആർജവം അവർക്കുണ്ടാകണം എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് താൻ ഈ ഘട്ടത്തിൽ തന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഇനിയും നടത്തിയില്ലെങ്കിൽ അത് താൻ തന്റെ മനസാക്ഷിയോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും എന്ന് മിനു പറയുന്നുണ്ട്. പരാതി ഏറ്റവും അടുത്ത ദിവസത്തിൽ തന്നെ ഈ ഡിജിറ്റൽ തെളിവ് അടക്കം നൽകിക്കൊണ്ട് പരാതി പോലീസിന് കൈമാറുമെന്ന് അവർ വ്യക്തമാക്കുന്നു. ഹേമ കമ്മീഷന് മുമ്പാകെ ഇവര് പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ വിളിച്ചില്ല, ആ ഒരു പശ്ചാത്തലത്തിലാണ് താൻ പോകാതിരുന്നത്. എന്നാൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘം തന്നെ ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഈ തനിക്കറിയാവുന്ന അല്ലെങ്കിൽ തനിക്ക് നേരിട്ട ഈ ദുരനുഭവങ്ങൾ എല്ലാം അന്വേഷണ സംഘത്തിന് മുൻപിൽ വളരെ വ്യക്തമായി പറയാൻ താൻ തയ്യാറാണെന്നും അവർ പറയുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മിനു മുനീറാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ 4 നടന്മാർക്കെതിരെ നടത്തിയിരിക്കുന്നത്. കൂടാതെ സർക്കാർ രൂപീകരിച്ച പുതിയ അന്വേഷണ സംഘം ബന്ധപ്പെടുകയാണെങ്കിൽ തെളിവുകൾ സഹിതം പരാതി നൽകാൻ തയ്യാറാണ് എന്നും അവർ വ്യക്തമാക്കുന്നു.